ഹലോ, ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഫ്രണ്ട്സ്. എല്ലാവരും എന്ത് പറയുന്നത്? സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടിരിക്കട്ടെ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സ്ട്രെച്ചിങ് എക്സസൈസാണ്. നൗ വാട്ട് ഈസ് സ്ട്രെച്ചിങ് എക്സസൈസ്? വൈ വി ഹാവ് ടു ഡു സ്ട്രെച്ചിങ് എക്സസൈസ്? തിയറി പറയുകയാണെങ്കിൽ കുറേ ഉണ്ട്, ബട്ട് വി വിൽ നോട്ട് സ്പീക്ക് അബൌട്ട് തിയറി. നമ്മൾ പ്രാക്ടിക്കൽ കാര്യം പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ മോർ ദാൻ 8 to 10 hours വർക്കിംഗ് ചെയ്യുന്ന ആൾക്കാരാണ്. 8 hours ഇപ്പോൾ ഒന്നും ഇല്ല ലിസ്റ്റിൽ. ഇപ്പോൾ മോർ ദാൻ 10 hours ആണ്. കാരണം ഇന്നത്തെ ഇന്ന് ഭയങ്കര കോമ്പറ്റിറ്റീവ് വേൾഡാണ്. സോ ഡെഫിനറ്റ്ലി വി ഹാവ് ടു പ്രൂവ് അവർ സെൽഫ്. അപ്പോൾ എല്ലാവരും ടൂ മച്ച് ആയിട്ടാണ് അങ്ങ് വർക്ക് ചെയ്യുന്നത്. അപ്പം വർക്ക് ചെയ്യുന്നതിന് പ്രോബ്ലം ഇല്ല, ബട്ട് വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അവർ ഹെൽത്ത് ആസ് വെൽ. അപ്പം എവറി 1 hour കഴിയുമ്പം നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് അവിടെ നിന്ന് അങ്ങ് എണ്ണിച്ചിട്ട് ഈ എക്സസൈസ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 2 to 3 minutes ഇൻ എ ഡേ ഒരു 3 times എങ്കിലും നിങ്ങൾ 3 minute മാത്രം ചെയ്താൽ മതി ഈ എക്സസൈസ്. ഇറ്റ് ഈസ് റിയലി ഗോയിങ് ടു ബി എഫക്റ്റീവ്. അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇത് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്ട്രെച്ചിങ് എക്സസൈസ് കൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്താണ്. നമ്മൾ വെൻ വി ആർ സിറ്റിംഗ് കണ്ടിന്യൂസ്ലി ഫോർ എ ലോങ് ടൈം, വാട്ട് ഹാപ്പൻസ്, നമ്മുടെ ബോഡിയൊക്കെ ഭയങ്കര സ്റ്റിഫായിട്ട് തോന്നും. മസിൽസ് ക്രാമ്പ് നമുക്ക് ഫീൽ ചെയ്യും. മസിൽസ് ക്രാമ്പ് ഉണ്ടാവും, ബോഡി സ്റ്റിഫ്നെസ് ഉണ്ടാവും. അപ്പോൾ ഭയങ്കര ബോഡി സ്ട്രെസ്സാണ് നമുക്ക്. ആ സ്ട്രെസ്സാണ്, ബോഡിയിലെ സ്ട്രെസ്സാണ് നമ്മുടെ മൈൻഡിലോട്ട് എഫക്റ്റ് ചെയ്യുന്നത്. ദെൻ ഇറ്റ് വിൽ എഫക്റ്റ് വൈൽ വി ടോക്ക് ഓർ വൈൽ വി ബിഹേവ്. അതെന്നേരം എല്ലാ സ്ട്രെസ്സ് നമുക്ക് നമ്മുടെ ബിഹേവിയറിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ മസ്റ്റായിട്ട് സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുകയാണ്. ഇത് അത്ര ഹാർഡ് എക്സസൈസ് ഒന്നുമല്ല, ബട്ട് വെനെവർ വി ആർ ഡൂയിങ് സ്ട്രെച്ചിങ് എക്സസൈസ് ഫോർ ദ ഫസ്റ്റ് ടൈം നമ്മളൊരു ചെയറിൻ്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു വാളിൻ്റെ സപ്പോർട്ട് എടുത്തിട്ട് വേണം സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യാൻ. ഓക്കെ, എൻ്റെ ഫാദർ ഹി ഹാഡ് 3 heart surgeries. ഡയബറ്റിക്കും കൂടാണ്. ഹി 76 years old. എക്സസൈസൊക്കെ ചെയ്യും, പക്ഷേ സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാടില്ല. കുറച്ച് ട്രെഡ്മില്ലൊക്കെ ചെയ്യും, അത്രയ്ക്കേ ഉള്ളായിരുന്നു. പക്ഷേ ഒരു ദിവസം പുള്ളിയുടെ കാലിൽ നിന്ന് ചെരുപ്പ് ഊരി പോയിട്ട് പോലും പുള്ളി അറിഞ്ഞില്ല. ബട്ട് വെൻ വി നോട്ടീസ് ദാറ്റ് ഹീ ഈസ് നോട്ട് അവെയർ. അപ്പോൾ പുള്ളിയുടെ കാലം ഒരു ഉറുമ്പ് കടിച്ചാലും ഒന്നും പുള്ളി അറിയില്ല. അങ്ങനെയാണ് ഞാൻ സ്ട്രെച്ചിങ് എക്സസൈസ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. വെൻ ഹി സ്റ്റാർട്ടഡ് ഡൂയിങ് കാഫ് എക്സസൈസാണ് ഏറ്റവും ബെസ്റ്റ് എക്സസൈസ്. അത് നമ്മൾ ഒരു ചെയറിൻ്റെ സപ്പോർട്ട് കൊണ്ട് ചെയ്യേണ്ട ഒരു എക്സസൈസാണ്. അപ്പോൾ ഈ എക്സസൈസൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പം പുള്ളിക്ക് മനസ്സിലായി, യെസ്, ബ്ലഡ് സർക്കുലേഷൻ നല്ലപോലെ വർക്കൗട്ട് ആവുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റിഫ്നെസ്സൊക്കെ ഒന്ന് റെഡ്യൂസ് ആയി കിട്ടി. മസിൽസൊക്കെ കുറച്ചുകൂടെ ഫ്ലെക്സിബിളായി, മൊബിലിറ്റിയൊക്കെ കൂടി. പിന്നെ നമ്മുടെ പോസ്ചർ ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു എക്സസൈസാണ് ഈ സ്ട്രെച്ചിങ് എന്ന് പറയുമ്പോൾ. നമ്മുടെ ഫുൾ ഡേ ഉള്ള സ്ട്രെസ്സും ടെൻഷനും എല്ലാം മാറിക്കിട്ടും നമ്മൾ സ്ട്രെച്ചിങ് ചെയ്യുകയാണെങ്കിൽ. അപ്പം മസ്റ്റായിട്ട് ചെയ്യണം കേട്ടോ. എല്ലാവരും ഡെയിലി 3 minutes 3 times എങ്കിലും സ്ട്രെച്ചിങ് എക്സസൈസ് ചെയ്യുക. ഓക്കെ.